ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതേ രീതിയിലുള്ള ടീച്ചിങ് നോട്ടുകൾ എങ്ങനെയാണ് പൂർണ്ണരൂപത്തിലുള്ള ഒരു ടീച്ചിങ് നോട്ട് സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം ആദ്യത്തെ പാഠത്തിൻ്റെ തുടക്കം മുതലൊന്ന് ചെയ്ത് നോക്കാം. ഇതിനുവേണ്ടി ലാപ്ടോപ്പിൽ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഹാൻഡ് ബുക്ക് ഇവ ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും. ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ടീച്ചർ ടെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ലഭ്യമല്ല, മലയാളത്തിലുള്ള ടീച്ചർ ടെക്സ്റ്റും ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്ക്രൈബസ് സോഫ്റ്റ്വെയർ തുറന്ന് നമുക്ക് പേജ് ഡിസൈനിങ് ആരംഭിക്കാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, സ്ക്രൈബസ്. ഇത് ക്ലോസ് ചെയ്യാം. ഇതും ക്ലോസ് ചെയ്ത് ഫയൽ, ന്യൂ എന്ന രീതിയിൽ തുടങ്ങാം. പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ആക്കാം. മാർജിൻ 10 മില്ലിമീറ്റർ ആക്കാം. ഇത് മൗസ് ഡ്രാഗ് ചെയ്ത് തിരുത്താം, അല്ലെങ്കിൽ കീബോർഡിലെ ടാബ് കീ അടിച്ചാൽ ഓരോ കോളത്തിലേക്കും നമുക്ക് കർസർ മാറി മാറി വരികയും ചെയ്യും. ഓക്കെ കൊടുക്കാം. കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് മൗസിൻ്റെ സ്ക്രോൾ വീൽ മുന്നോട്ട് മുകളിൽ ചലിപ്പിച്ചാൽ നമുക്ക് പേജ് ഫുള്ളായി കാണുവാനും ആവശ്യമായ ഭാഗം വലുതായി കാണുവാനൊക്കെ സാധിക്കും. ഇതിനുശേഷം കണ്ടന്റ് പ്രോപ്പർട്ടീസ് നമ്മുടെ ഇവിടെയുണ്ട്. ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടി എന്ന ടൂൾ സെലക്ട് ചെയ്യാം. ആദ്യ ഭാഗം അധ്യാപകൻ്റെ പേര്, വിഷയം, യൂണിറ്റൊക്കെ എഴുതുന്ന അത്രയും ഭാഗം ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ കർസർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെയുണ്ട്. ഇതുപോലെ സൂം ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന കാണുവാനായിട്ട് സാധിക്കും. ടൈപ്പ് ചെയ്ത് തുടങ്ങാം. കീബോർഡിൽ നെയിം ഓഫ് ടീച്ചർ, യൂണിറ്റ് 1 ലൈൻസ് ആൻഡ് ഷേപ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊടുക്കാം. ലേണിംഗ് ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിൽ പഠന ലക്ഷ്യം രീതിക്കുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ആദ്യത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ചുറ്റുപാടും വിവിധ രൂപങ്ങളുണ്ട് എന്നുള്ള രീതിക്കുള്ളതാണ്. അത് നമുക്ക് എളുപ്പം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. നമ്മൾ ആദ്യമത്തെ സ്ക്വയറിൽ ടൈപ്പ് ചെയ്ത് പൂർത്തിയാൻ പറ്റാതെ വന്നാൽ ഈ ആരോ കീ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് നടുക്കുള്ള ഈ പോയിന്റ് താഴേക്ക് വലിച്ചാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ലേണിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി റെസ്പോൺസ് പേജിൻ്റെ ലേഔട്ടിലേക്ക് പോകാം. അതിനുവേണ്ടി ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി മൗസ് ആ സെലക്ഷൻ കാണുന്നതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ അങ്ങ് പോകും. വിവിധങ്ങളായ ഷേപ്പുകൾ വരയ്ക്കുന്നതിന് വേണ്ടി സ്ക്രൈബസ് സോഫ്റ്റ്വെയറിൽ ഷേപ്പിൻ്റെ ഒരു ഐക്കണുണ്ട്. അതിൻ്റെ താഴെ ഈ ഷേപ്പ് നേരെ ക്ലിക്ക് ചെയ്യുകയല്ല, ആ സ്ക്വയറിൻ്റെ താഴെയുള്ള ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ വിവിധങ്ങളായ ഡിഫോൾട്ട് ഷേപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് നേരെ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു സ്ക്വയർ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാൻ സാധിക്കും. സ്ക്വയർ അവിടെ വന്നു. ഇത് ടെക്സ്റ്റിൻ്റെ ഔട്ടർ ലൈനാണ്.
ഇത് നമ്മൾ വെച്ച സ്ക്വയറിൻ്റെ ഔട്ടർ ലൈൻ. ഇതിനുശേഷം ഈ സ്ക്വയറിനെ നമ്മുടെ റെസ്പോൺസ് കോളം, ചെറിയ റെസ്പോൺസ് കോളം തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ടൂൾ ബോക്സിൽ ലൈൻസ് വരയ്ക്കാനുള്ള ടൂളുണ്ട്, ലൈൻ ടൂളുണ്ട്. ആ ലൈൻ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്. ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ 2 നോട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ചെറിയ നോട്ട്സ് നമ്മൾ ഒരു ലൈനിൽ കൈ കൊണ്ടുപോയാൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് കൊണ്ടുവന്ന് ഇതാ ഇങ്ങനെ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നേർരേഖയായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതത്രയും. ഇതേ രീതിയിൽ തന്നെ ഇതുപോലുള്ള ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. അതും എവിടെയാണ് ലൈൻ വേണ്ടത്, ലൈൻ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ നീളം കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് ചെയ്താൽ നമുക്ക് ഇത് ഒടിഞ്ഞൊന്നും പോകാൻ നേരെ കിട്ടും. കൺട്രോൾ കീ അമർത്താതെ ചെയ്താൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെരിഞ്ഞ് പോകും. അത് കൺട്രോൾ കീ അമർത്തി പിടിച്ചാൽ ഫിക്സ് ചെയ്ത ഒരു ലൈൻ പോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ നോട്ട്സ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് എന്നെഴുതാനും റെസ്പോൺസ് എഴുതാനും 2 കോളങ്ങൾ കിട്ടി. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേ ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്തു. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവിറ്റീസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ആദ്യം കാണാൻ പറ്റാത്ത കാരണം നമ്മുടെ ടെക്സ്റ്റിൻ്റെ അതിനേക്കാൾ ചെറുതായി പോയി നമ്മുടെ ടെക്സ്റ്റ് ഫ്രെയിം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വല്പം താഴെ വലിച്ചു വെച്ചാൽ മതി, നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആക്ടിവിറ്റീസ് വന്നു. ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഡ്രാഗ് സെലക്ട് ചെയ്ത് സെൻറ്റർ അധികം കൊടുത്താൽ അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരും. ഇതേപോലെ തന്നെ ഇവിടെ റെസ്പോൺസ് കൊടുക്കാം. ടൈപ്പ് ടൂൾ എടുത്ത് ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ സ്വല്പം താഴേക്ക് വലുതാക്കി തന്നെ ഡ്രാഗ് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കുറഞ്ഞ് ഇത് വരാൻ സാധ്യതയാകും. അതുകൊണ്ട് സ്വല്പം വലിപ്പത്തിൽ ചെയ്യുക. ഇവിടെ റെസ്പോൺസ് എന്ന് ടൈപ്പ് ചെയ്യാം. അതും ഡ്രാഗ് സെലക്ട് ചെയ്ത് സെൻറ്റർ ലൈൻ ചെയ്യും. ഇത്രയും ഭാഗത്ത് ആക്ടിവിറ്റീസ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ടൈപ്പ് ടൂൾ എടുത്ത് ഇവിടുന്ന് ഇത്രയും നീളത്തിൽ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ആക്ടിവിറ്റി എഴുതാനുള്ള സ്ഥലങ്ങൾ തുടങ്ങും. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഒരു മാർക്ക് ബോക്സ് നിർമ്മാണമാണ്. മലയാളത്തിൽ കണക്ക് പെട്ടി എന്നാണ് കണക്ക് പെട്ടി. ഈ കണക്ക് പെട്ടി നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റി 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. ആക്ടിവിറ്റി 1 മേക്കിംഗ് എ മാർക്ക് ബോക്സ്. ഓക്കെ. ഈ പേപ്പർ ബോക്സ് നമുക്കിന് ആവശ്യമായ ഒരു ഡ്രോയിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാണത്. ഈ ഡ്രോയിങ് നമ്മുടെ ടീച്ചറിനോട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഡ്രോയിങ്ങിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി ഉബുണ്ടു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് നമ്മളുടെ കീബോർഡിൽ വലതുവശത്ത് മുകളിലായി പ്രിൻ്റ് സ്ക്രീൻ PRTSC എന്നൊരു കീ ഉണ്ട്. അതായത് നമ്മുടെ കീബോർഡിൻ്റെ ഏറ്റവും വലതുവശത്ത് ടോപ്പിലെ റൈറ്റ് സൈഡിൽ നിന്ന് 2ാമത്തെ കീ അതിൽ പ്രസ് ചെയ്താൽ ഒരു വിൻഡോ വരും. ഇത് എങ്ങോട്ടെങ്കിലും സേവ് ചോദിക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഫോൾഡർ സേവ് ചെയ്ത് കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് ഫ്രം എന്ന രീതിയിൽ ഒരു പേര് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനത് സേവ് ചെയ്യുന്നു. ഈ ഡ്രോയിങ് നമ്മുടെ സ്കൈബസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം, ടൈപ്പ് ടൂളിന് തൊട്ടിപ്പുറത്ത് ഒരു ഇമേജ് ഫ്രെയിം ഉണ്ട്. ആ ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മളിത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഹോം ഫോൾഡർ, ഇതാണ് ഹോം ഫോൾഡർ കാണാൻ പറ്റും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുത്താലും മതി. ഹോം ഫോൾഡറിൽ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്ക്രീൻഷോട്ട് ഇതിലൂടെ ഉണ്ടാകും. അത് ഓക്കെ കൊടുത്താൽ
ആ പിക്ചർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വരച്ച ടെക്സ്റ്റ് ഫയലിനുള്ളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളത്, ഈ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഇത് പേസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഡ്രോയിങ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഈ ഷേപ്പ് ടൂൾ എടുത്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ഇവിടെ ആവശ്യമുണ്ട്, ഒരു ചെറിയ ചതുരം ഇവിടെ ആവശ്യമുണ്ട്. അതോടൊപ്പം ഈ ഫ്ലാപ്പ് ഉള്ളിൽ കയറ്റി വെക്കാനുള്ള ഈ ടോപ്പ് ഫോൾഡർ, അതായത് ഈ പെട്ട അടപ്പിന് വേണ്ടി ഒരു ചെറിയ പീസ് ഇവിടെയും വരേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കണം, നന്നാവും. ഇതിൽ കളറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേജ് ഡിസൈൻ ഏകദേശം ടീച്ചറിലൂടെ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് പറയാം.